Good morning, dear students. Welcome to all. Today, let us continue the chapter The Trip of Lahore by Guy de Maupassant. It is a travel made by Guy de Maupassant in a hot air balloon called Lahore. Okay, listen carefully. At times, we rise and then descend. Every few minutes, Lieutenant Mallet, suspended in his cobweb of netting, says to Captain Jovis, "We are descending. Throw down half a handful." And the captain, who is talking and laughing with us, with a bag of ballast between his legs, takes a handful of sand out of the bag and throws it overboard. ചില സമയങ്ങളിൽ ഞങ്ങൾ ഉയരുകയും താഴുകയും ചെയ്തിരുന്നു. ചില സമയത്ത് ലെഫ്റ്റനൻ്റ് മാലറ്റ് ക്യാപ്റ്റൻ ജോവിസിനോട് പറഞ്ഞുകൊണ്ടിരുന്നു, "നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഒരു പിടി മണൽ താഴേക്കിടൂ." ബാലസ്റ്റ് എന്ന് പറഞ്ഞാൽ കല്ലും മണലുമെല്ലാം ഒരു ബാഗിൽ അവരുടെ കാലിനിടയിൽ വെച്ചിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ തൻ്റെ കാലുകൾക്കിടയിലുണ്ടായിരുന്ന മണൽ സഞ്ചിയിൽ നിന്നും ഒരു പിടി എടുത്ത് പുറത്തേക്കിടുമായിരുന്നു. Nothing is more amusing, more delicate, more interesting than maneuvering of a balloon. It is an enormous toy, free and docile, which obeys with surprising sensitiveness. ഒരു ബലൂൺ നിയന്ത്രിക്കുന്നതിലും വലിയ രസമോ പ്രയാസമോ മറ്റൊന്നിനും തന്നെ കാണില്ല. കാരണം അത് വലിയ ഒരു കളിപ്പാട്ടമായിരുന്നു, വലുതായിരുന്നു. എനോർമസ് ടോയ് എന്ന് പറഞ്ഞാൽ വലിയതായിരുന്നു. ഫ്രീ ആൻഡ് ഡോസൈൽ, വളരെ സ്വതന്ത്രമായ എന്നാൽ ഡോസൈൽ അല്ലേ, നമുക്ക് മെരുക്കാൻ സാധിക്കുന്നതുമായ ഒരു കളിപ്പാട്ടമായിരുന്നു അത്. എങ്കിലും അത് കാറ്റിൻ്റെ അടിമയായിരുന്നു. കാറ്റിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. But it is also and before all the slave of the wind, which we cannot control. A pinch of sand, half sheet of a paper, 1 or 2 drops of water, the bones of a chicken we have just eaten, throws overboard, make it go up quickly. ചില സമയത്ത് ഒരു ചെറിയ സാധനം ബലൂണിൽ നിന്ന് പുറത്തേക്ക് കളയുമ്പോൾ അത് സാവധാനം അതിവേഗം ഉയരുമായിരുന്നു. പുറത്തേക്ക് കളയുന്നത് ചിലപ്പോൾ ഒരു പിടി മണ്ണായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഷീറ്റ് കടലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു തുള്ളി 1-2 തുള്ളി വെള്ളമാകാം, അതുമല്ലെങ്കിൽ ഞങ്ങൾ കഴിച്ച ചിക്കൻ്റെ എല്ലിൻ കഷ്ണങ്ങളായിരിക്കാം. എന്ത് പുറത്തേക്കെറിഞ്ഞാലും ഉടൻ തന്നെ ലേഹോർല മുകളിലേക്ക് ഉയരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ earth sleeps now, or rather men sleeps on the earth, for the beast awakened by the sight of our balloon announce our approach everywhere. ഇപ്പോൾ ഭൂമി ഉറങ്ങുകയായിരുന്നു, മനുഷ്യരെല്ലാവരും ഉറങ്ങി. for the beast awakened by the sight of our balloon, എന്നാൽ ഞങ്ങളുടെ വരവിനെപ്പറ്റി മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി മൃഗങ്ങളൊന്നും തന്നെ ഉറങ്ങിയില്ലായിരുന്നു. എല്ലാവരോടും ഞങ്ങളുടെ വരവിനെക്കുറിച്ച് അവർ അറിയിച്ചുകൊണ്ടേയിരുന്നു. A strong and continuous odor of gas can be plainly observed. We must have encountered a current warm air, and the air balloon expands, losing its invisible blood by the escape valve. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല രൂക്ഷമുള്ള ഗ്യാസിൻ്റെ മണം കേൾക്കാമായിരുന്നു. ഞങ്ങൾ അതിശക്തമായ ഒരു ചൂടുള്ള കാറ്റിൽപ്പെട്ടിരിക്കാം. ബലൂൺ വലുതാകുന്നുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഗ്യാസ് കുറേശ്ശെ എസ്കേപ്പ് വാൽവിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. We are rising. The earth no longer gives back to echo our trumpets. We have risen almost 2,000 feet. It is not light enough for us to consult the instruments. We only know that the rice paper falls from us like a dead butterflies. That we are rising, always rising. We can no longer see the earth. A light must separate from it, and above our head lingles the world of stars. ഞങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ട്രംപറ്റിനൊന്നും പ്രതിധ്വനി ഭൂമിയിൽ നിന്നും ലഭിക്കാതായി. We have risen almost 2,000 feet. ഏകദേശം 2000 അടി മുകളിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞിരുന്നു. അവിടെ it is not light enough for us to consult the instrument. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്ട്രുമെൻ്റ് പരിശോധിക്കാൻ പോലുമുള്ള വെളിച്ചം അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് എന്ത് മാത്രമേ ഇപ്പോൾ അറിയുകയുള്ളൂ. The rice paper falls from us like dead butterflies. ചത്ത ബട്ടർഫ്ലൈസിനെ പോലെയാണ് ഇപ്പോൾ റൈസ് പേപ്പറിൽ ഞങ്ങളിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്നത്. That we are rising, always rising. ഞങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു.
വി ക്യാൻ നോ ലോങ്ങർ സീ ദ എർത്ത്. ഇപ്പോൾ ഭൂമിയെ കാണാനേ സാധിക്കുന്നില്ല. കാരണം എ ലൈറ്റ് മിസ്റ്റ് സെപ്പറേറ്റ് അസ് ഫ്രം ഇറ്റ്. അല്ലെ, ഒരു ചെറിയ മഞ്ഞ് ഞങ്ങളെയും ഭൂമിയെയും വേർതിരിച്ചിരുന്നു. ആൻഡ് എബോവ് അവർ ഹെഡ് ട്വിങ്കിൾസ് എ വേൾഡ് ഓഫ് സ്റ്റാർസ്. ഞങ്ങളുടെ തലക്ക് മുകളിൽ വലിയ ഒരു നക്ഷത്രങ്ങളുടെ ഒരു ലോകം തന്നെ കാണാമായിരുന്നു. The next paragraph. A silvery light appears before us and makes the sky turn pale, and suddenly, as if it is rising from the unknown depths behind the horizon. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു വെള്ളി പോലെയുള്ള ഒരു പ്രകാശം ഞങ്ങൾക്ക് മുന്നിൽ വന്നു. ആൻഡ് സഡൻലി ആസ് ഇഫ് ഇറ്റ് റൈസിങ് ഫ്രം ദ അൺനോൺ ഡെപ്ത്സ്. അറിയാത്ത ആഴങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതായിട്ടാണ് ഞങ്ങൾക്കത് തോന്നുന്നത്. ബിഹൈൻഡ് ദ ഹൊറൈസൺ, ചക്രവാളത്തിനപ്പുറത്തായിട്ടായിരുന്നു അത്. ദാറ്റ് ഓൾസോ ബിലോ അസ്, അതുപോലും ഞങ്ങൾക്ക് താഴെയായിരുന്നു, കാരണം ഞങ്ങൾ അത്രയും മുകളിലെത്തി. റൈസസ് ദ മൂൺ ഓൺ ദ എഡ്ജ് ഓഫ് എ ക്ലൗഡ്. ഒരു മേഘത്തിൻ്റെ അറ്റത്ത് നിന്നും ചന്ദ്രൻ ഉദിച്ചുയരുന്നുണ്ടായിരുന്നു. ഇറ്റ് സീംസ് ടു ബി കമ്മിങ് ഫ്രം ബിലോ വൈൽ വി ആർ ലുക്കിംഗ് ഡൗൺ അപ്പോൺ ഫ്രം എ ഗ്രേറ്റ് ഹൈറ്റ് ലീനിങ് ഓൺ ദ എഡ്ജ് ഓഫ് അവർ ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റിലേക്ക് ചാരി നിന്നുകൊണ്ട് വളരെ ഉയരത്തിൽ നിന്ന് ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ താഴെ നിന്നായിരുന്നു ചന്ദ്രൻ ഉദിച്ച് കാണുന്നത്. മുകളിൽ നിന്നുമായിരുന്നു ഞങ്ങളതിനെ വീക്ഷിച്ചിരുന്നത്. ലൈക്ക് എൻ ഓഡിയൻസ് ഓൺ ദ ബാൽക്കണി. ഏതുപോലെയായിരുന്നു ഞങ്ങൾ അതിനെ വീക്ഷിച്ചിരുന്നത്? ബാൽക്കണിയിലുള്ള ഓഡിയൻസിനെ പോലെ. ക്ലിയർ, റൗണ്ട് ആണ്. ഇറ്റ് എമർജസ് ഫ്രം ദ ക്ലൗഡ്സ് ആൻഡ് സ്ലോലി റൈസസ് ഇൻ ദ സ്കൈ. ക്ലിയർ, വളരെ ക്ലിയർ ആയിട്ടും, ആൻഡ് റൗണ്ട് എമർജസ് ഫ്രം ദ ക്ലൗഡ്സ് ആൻഡ് സ്ലോലി റൈസസ് ഇൻ ദ സ്കൈ. മേഘങ്ങൾക്കിടയിൽ നിന്നും അത് ഉയർന്നു വന്ന് മെല്ലെ ആകാശത്തിലേക്ക് ഉയർന്നുപോയി. ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ദ എർത്ത് നോ ലോങ്ങർ സീംസ് ടു എക്സിസ്റ്റ്. ഇപ്പോൾ ഭൂമി എന്നൊരു സാധനം നിലനിൽക്കുന്നുണ്ടോ എന്ന് തന്നെ ഞങ്ങൾക്കറിയില്ല. ഇറ്റ് ഈസ് ബറീഡ് ഇൻ എ മിൽക്കി വേപ്പേഴ്സ് ദാറ്റ് റിസംബിൾസ് എ സീ. ഇപ്പോൾ അത് പാല് പോലെയുള്ള നീരാവിയിൽ മുങ്ങിയിരുന്നു. ദാറ്റ് റിസംബിൾ എ സീ. ഇപ്പോൾ അതിനെ എന്തുപോലെ തോന്നും? റിസംബിൾ എന്ന് പറഞ്ഞാൽ അതുപോലെ തോന്നുക. ലുക്ക് ലൈക്ക്. ഒരു കടൽ പോലെയാണ് ഇപ്പോൾ ഭൂമിയെ കാണപ്പെടുന്നത്. വി ആർ നൗ എലോൺ ഇൻ സ്പേസ് വിത്ത് മൂൺ. ഇപ്പോൾ ആകാശത്തിൽ, ശൂന്യാകാശത്തിൽ ഞങ്ങളും ചന്ദ്രനും മാത്രമേ ഉള്ളൂ. വിച്ച് ലുക്ക് ലൈക്ക് ആൻ അനദർ ബലൂൺ ട്രാവലിംഗ് ഓപ്പോസിറ്റ് അസ്. ചന്ദ്രനെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളെപ്പോലെയുള്ള മറ്റൊരു ബലൂൺ യാത്ര ചെയ്യുന്നതായിട്ടാണ്. ആൻഡ് അവർ ബലൂൺ, 2 ബലൂൺ മാത്രമേ ഇപ്പോൾ ആകാശത്തിലുള്ളൂ. വിച്ച് ഷൈൻസ് ഇൻ ദ എയർ appears like another larger moon, a world wandering in the sky amid the stars through infinity. ഇപ്പോൾ നക്ഷത്രങ്ങൾക്കിടയിലൂടെ 2 ബലൂണുകൾ അനന്തമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വി നോ ലോങ്ങർ സ്പീക്ക്, തിങ്ക് നോർ ലിവ്. ഞങ്ങൾ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. വി ഫ്ലോട്ട് ത്രൂ ദ സ്പേസ് ഇൻ ഡെലീഷ്യസ് ഇനേഷ്യ. ഞങ്ങൾ ശൂന്യാകാശത്തിലൂടെ അലഞ്ഞു തിരിയുകയാണ്. സംസാരിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, ജീവിക്കുന്നുമില്ല. നല്ലൊരു ഇനേർഷ്യയിൽ സ്പേസിൽ കൂടെ പറക്കുകയാണ്. ഞങ്ങളെ ഇപ്പോൾ വിവരിക്കാൻ ഞങ്ങൾക്ക് തന്നെ കഴിയില്ല. വി ഹാവ് ബിക്കം സംതിങ് ഇൻഡിസ്ക്രൈബിൾ, ബേർഡ്സ് ഹു ഡു നോട്ട് ഈവൻ ടു ഫ്ലാപ്പ് ദെയർ വിങ്സ്. ഞങ്ങളിപ്പോൾ പക്ഷികളാണ്. ഏതുപോലെ, എങ്ങനെയുള്ള പക്ഷികൾ? ചിറകടിക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്ത പക്ഷികളെ പോലെയാണ് ഞങ്ങളിപ്പോൾ പറക്കുന്നത്. ഓൾ മെമ്മറി ഹാസ് ഡിസപ്പിയേർഡ് ഫ്രം അവർ മൈൻഡ്. ഞങ്ങളുടെ എല്ലാ ഓർമ്മകളും ഞങ്ങളുടെ മനസ്സിൽ നിന്നും മറഞ്ഞു പോയിരുന്നു. ഓൾ ട്രബിൾ ഫ്രം അവർ തോട്ട്സ്. ഞങ്ങളുടെ ചിന്തകളിലുള്ള എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾ മറന്നുപോയി. വി ഹാവ് നോ മോർ റിഗ്രറ്റ്സ്. ഇപ്പോൾ ഞങ്ങൾക്ക് പക്ഷാതാപങ്ങളില്ല. പ്ലാൻസ്, ആസൂത്രണങ്ങളില്ല. നോർ ഹോപ്സ്, പ്രതീക്ഷകളില്ല. വി ലുക്ക്, വി ഫീൽ, വി വൈൽഡ്ലി എൻജോയ് ദിസ് ഫാന്റാസ്റ്റിക് ജേണി. ഇപ്പോൾ ഞങ്ങൾ കാണുകയാണ്, അനുഭവിക്കുകയാണ്. ഇത്രയും മനോഹരമായ ഒരു യാത്രയെ ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. നത്തിങ് ഇൻ ദ സ്കൈ ബട്ട് ദ ബലൂൺ ആൻഡ് അവർ അവർസെൽവ്സ്. ആകാശത്തൊന്നും തന്നെയില്ല, ഞങ്ങളും ചന്ദ്രനും മാത്രമേയുള്ളൂ. ഞങ്ങളിപ്പോൾ കറങ്ങി നടക്കുന്ന ഒരു ലോകമാണ്. ഗ്രഹങ്ങളെല്ലാം ഞങ്ങളുടെ സഹോദരിമാരാണ്. വി ആർ വാണ്ടറിങ് ട്രാവലിംഗ് വേൾഡ് ലൈക്ക് സിസ്റ്റേഴ്സ് ദ പ്ലാനറ്റ്സ് ആൻഡ് ദിസ് ലിറ്റിൽ വേൾഡ് ക്യാരീസ് 5 men. ഈ ഒരു ലോകം 5 യാത്രക്കാരെ കൊണ്ട് പോയിരിക്കുകയാണ്. ഹു ഹാവ് ലെഫ്റ്റ് ദ എർത്ത്. അവർ ഭൂമിയിൽ നിന്നും വിട്ടുപോകുന്നവരാണ്. ആൻഡ് ഹു ഹാവ് ആൾമോസ്റ്റ് ഫോർഗോട്ടൺ ഇറ്റ്. ഇപ്പോൾ അവർ ഭൂമിയെക്കുറിച്ച് പാടെ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ദ ബാരോമീറ്റേഴ്സ് മാർക്ക് 1200 meters. ബാരോമീറ്ററിൽ
ഇപ്പോൾ റീഡിങ് 1200 മീറ്ററാണ്. ദെൻ ദ ലിറ്റിൽ റൈസ് പേപ്പർ സ്റ്റിൽ ഫാൾ അബൌട്ട് അസ്. ഇപ്പോഴും റൈസ് പേപ്പർ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. പിന്നീട് വി ആർ നൗ അറ്റ് 2000 മീറ്റേഴ്സ്. ഇപ്പോൾ ഞങ്ങൾ 2000 അടി ഉയരത്തിലെത്തി. വി ഗോ അപ് ടു 2350. ഇപ്പോൾ ഞങ്ങൾ 2350 വരെ എത്തിക്കഴിഞ്ഞു. ദെൻ ദ ബലൂൺ സ്റ്റോപ്പ്. അവസാനം 2350 അടി എത്തിയപ്പോൾ ബലൂൺ എന്ത് ചെയ്തു? അവിടെ സ്റ്റോപ്പായിപ്പോയി. ഞങ്ങൾ സൈറൺ മുഴക്കി. വി ബ്ലോ ദ സൈറൺ ആൻഡ് സർപ്രൈസ്ഡ് ദാറ്റ് നോ വൺ ആൻസേഴ്സ് അസ് ഫ്രം ദ സ്റ്റാർസ്. ഞങ്ങളുടെ സൈറൺ മുഴക്കിയെങ്കിലും ആരും തന്നെ അത് കേട്ടില്ല. ഞങ്ങളിപ്പോൾ ഒരു ചന്ദ്രനിൽ നിന്നും ഞങ്ങൾക്കൊന്നും ഒരു മറുപടിയും കിട്ടിയില്ല. ദെൻ വി ആർ നൗ ഗോയിങ് ഡൗൺ റാപ്പിഡ്ലി. പെട്ടെന്ന് തന്നെ ഞങ്ങൾ താഴേക്ക് വീഴുകയായിരുന്നു. വളരെ സ്പീഡിലായിരുന്നു. റാപ്പിഡ്ലി, വെരി ക്വിക്ക്ലി. മിസ്റ്റർ മാലറ്റ് കീപ്സ് ക്രൈയിങ്. മിസ്റ്റർ മാലറ്റ് ആർത്ത് വിളിച്ചുകൊണ്ടിരുന്നു. ത്രോ ഔട്ട് മോർ ബാലസ്റ്റ്, ത്രോ ഔട്ട് മോർ ബാലസ്റ്റ്. അല്ലേ, കൂടുതൽ മണൽ പുറത്തേക്കെറിയോ, പുറത്തേക്കെറിയോ. എന്തിനു വേണ്ടിയാണ്? കുറച്ചൊന്ന് പൊങ്ങാൻ വേണ്ടി. And the sand and stones that we throw over come back into our faces as if they are going up, thrown up below towards the stars. So rapid is our descending. ഞങ്ങൾ മാലറ്റ് പറയുന്നതനുസരിച്ച് ബാലസ്റ്റ് പുറത്തേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആ ബാലസ്റ്റ് എല്ലാം ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ അതിശക്തിയായ രീതിയിൽ തെറിച്ചു വരികയാണ്. അതിനർത്ഥം അവർ ഡിസെൻഡ് ഈസ് സോ റാപ്പിഡ്. ഞങ്ങളുടെ ഇറക്കം, ലേഹോർലയുടെ ഇറക്കം വളരെയധികം സ്പീഡിലായിരുന്നു. 2350 അടിയിൽ നിന്നും ഒരൊറ്റ വീഴ്ചയാണ് ലേഹോർല. അങ്ങനെ ഹിയർ ഈസ് ദ എർത്ത്. ഇപ്പോൾ എവിടെ എത്തി? ഒരൊറ്റ വീഴൽ കൊണ്ട് ഹിയർ ഈസ് ദ എർത്ത്. ഇതാ ഭൂമി വന്നിരിക്കുന്നു. വേർ ആർ വി? ഇറ്റ് ഈസ് നൗ പാസ്റ്റ് മിഡ് നൈറ്റ്. അല്ലേ, ഞങ്ങൾ എവിടെയാണ്? ഇപ്പോൾ പാതിരാത്രി കഴിഞ്ഞു. ആൻഡ് വി ആർ ക്രോസിങ് എ ബ്രോഡ് ഡ്രൈ വെൽ കൾട്ടിവേറ്റഡ് കൺട്രി. ഞങ്ങളിപ്പോൾ നല്ലതുപോലെ കൃഷി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ മുകളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ടു ദ റൈറ്റ് ഈസ് എ ലാർജ് സിറ്റി. വലതുഭാഗത്ത് വളരെ വലിയ ഒരു സിറ്റി കാണാം. ആൻഡ് ഫാർദർ എവേ ദ ലെഫ്റ്റ് ടു അനദർ. അല്ലേ, ഒരുപാട് അകലെ മറ്റൊരു വലിയ നഗരത്തെ നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് സഡൻലി ഫ്രം ദ എർത്ത് അപ്പിയേഴ്സ് എ ബ്രൈറ്റ് ഫെയറി ലൈറ്റ്. പെട്ടെന്ന് തന്നെ ഭൂമിയിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു നല്ല വെളിച്ചം വരുന്നത് പോലെ തോന്നി. ഇത് ഡിസപ്പിയേഴ്സ്. പിന്നീട് അത് അപ്രത്യക്ഷമായി. ദെൻ റീ അപ്പിയേഴ്സ്. വീണ്ടും അത് വന്നു. ആൻഡ് വൺസ് മോർ ഡിസപ്പിയേഴ്സ്. വീണ്ടും അപ്രത്യക്ഷമായി. ബട്ട് വൺ ഹാർഡ്ലി ഹാസ് ടൈം ടു സീ ദം ആസ് ബലൂൺ പാസസ് ആസ് ക്വിക്ക്ലി ആസ് ദ വിൻഡ്. പക്ഷേ ഈ ഒരു ബലൂണിൻ്റെ സ്പീഡ് കാരണം അത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം കാറ്റിൻ്റെ ശക്തിയിൽ വളരെ വേഗത്തിലായിരുന്നു ബലൂണിൻ്റെ യാത്ര. അങ്ങനെ വി ആർ നൗ ക്വയറ്റ് നിയർ ദ എർത്ത്. ഇപ്പോൾ ഞങ്ങൾ ശരിക്കും ഭൂമിയുടെ വളരെ അടുത്തെത്തി. ആൻഡ് ബിയർ എക്സ്ക്ലൈംസ്. അപ്പോൾ എറ്ററീൻ ബിയർ അത്ഭുതപ്പെട്ട് പറയുന്നുണ്ട്, ലുക്ക് അറ്റ് ദാറ്റ്. താഴേക്ക് നോക്കൂ. വാട്ട് ഈസ് ദാറ്റ് റണ്ണിങ് ഓവർ ദർ ഇൻ ദ ഫീൽഡ്? എന്താണ് ആ വയലിലൂടെ ഓടിക്കളിക്കുന്നത്? ഈസൻറ്റ് ഇറ്റ് എ ഡോഗ്? അതൊരു പട്ടിയാണോ? ഇൻഡിയൻ സംതിങ് ഈസ് റണ്ണിങ് അലോങ് ദ ഗ്രൗണ്ട് വിത്ത് എ ഗ്രേറ്റ് സ്പീഡ്. എന്തോ ഒന്ന് വയലിലൂടെ അതിശീഘ്രം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആൻഡ് ദിസ് ഈസ് സംതിങ് സീം ടു ജമ്പ് ഓവർ ദ ഡിച്ചസ്. കുഴികളെയും റോഡ്സ്, ട്രീസ് വിത്ത് സച്ച് എൻ ഈസ് ദാറ്റ് വി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് മൈറ്റ് ബി. മരങ്ങളും കുഴികളും റോഡുകളെല്ലാം ചാടിക്കടന്ന് എന്തോ ഒന്ന് ഓടുന്നുണ്ട്. അതൊരു പട്ടിയാണോ എന്ന് അദ്ദേഹത്തിന് സംശയം. വി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് മൈറ്റ് ബി. ദ ക്യാപ്റ്റൻ ലാവ്സ്. എന്താണതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ക്യാപ്റ്റന് മനസ്സിലായി. ദ ക്യാപ്റ്റൻ ലാവ്സ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇറ്റ് ഈസ് ദ ഷാഡോ ഓഫ് അവർ ബലൂൺ. ഇത് നമ്മുടെ ബലൂണിൻ്റെ നിഴലാണ്. ഇറ്റ് വിൽ ഗ്രോ ആസ് വി ഡിസെൻഡ്. ഞങ്ങൾ ഇറങ്ങുന്നതിനനുസരിച്ച് തന്നെ ആ ബലൂൺ വലുതാകുന്നുണ്ടായിരുന്നു. Then I distinctly hear a great noise of foundries in the distance. അങ്ങനെ ദൂരെ എവിടെയോ ഒരു ലോഹ നിർമ്മാണശാലയിൽ നിന്നുള്ള ഒരു ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ഫൗണ്ടറീസ് മീൻസ് മെറ്റൽ ഫാക്ടറി. ആൻഡ് അക്കോർഡിംഗ് ടു ദ പോളാർ സ്റ്റാർ, ധ്രുവ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ
which we have been observing all night. We are heading straight for Belgium. ഞങ്ങൾ നേരെ ബെൽജിയത്തിലേക്കായിരുന്നു നീങ്ങിയിരുന്നത്. ബെൽജിയം നഗരത്തിൻ്റെ അടുത്തേക്കാണ് ഞങ്ങളുടെ യാത്രയുണ്ടായിരുന്നത്. Our siren and our two horns continuously calling. We bellow, where are we? But the balloon is going so rapidly that his bewildered man has not even time to answer us. ഞങ്ങളുടെ സൈറൺ മുഴക്കി ആൻഡ് ടു ഹോൺസ് കണ്ടിന്യൂസ്ലി കോളി. ഞങ്ങളുടെ ഹോണും സ്ഥിരമായി അടിച്ചുകൊണ്ടിരുന്നു. വി ബെല്ലോ, ഞങ്ങൾ അലറുകയായിരുന്നു. വേർ ആർ വി, ഞങ്ങൾ എവിടെയാണ്? ബട്ട് ദ ബലൂൺ ഈസ് ഗോയിങ് സോ റാപ്പിഡ്ലി. എങ്കിലും ബലൂൺ വളരെയധികം സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ദ ബെവിൽഡേർഡ് മാൻ ഹാസ് നോട്ട് ഈവൻ ടൈം ടു ആൻസർ അസ്. ഞങ്ങൾക്ക് ഈ ഒരു അതിവേഗത്തിൽ നീങ്ങുന്നത് കൊണ്ട് പേടിച്ച ആ മനുഷ്യന് ഞങ്ങൾക്കുള്ള ഉത്തരം തരാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ചോദിക്കുന്നതിനൊന്നും മറുപടി തരാൻ കഴിഞ്ഞില്ല. ദ ഗ്രോയിങ് ഷാഡോ ഓഫ് ലാഹോർ ആസ് ലാർജ് ആസ് എ ചൈൽഡ്സ് ബോൾ. ദ ഫ്ലീയിങ് ബിഫോർ അസ് ഓവർ ദ ഫീൽഡ്സ് റോഡ്സ് ആൻഡ് വുഡ്സ്. ലേഹോർലയുടെ വലുതായിക്കൊണ്ടിരിക്കുന്ന നിഴൽ ഞങ്ങൾക്കൊപ്പം തന്നെ ഒരു കുട്ടികളുടെ പന്ത് പോലെ ഞങ്ങൾക്കൊപ്പം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. വയലുകൾക്കും റോഡുകൾക്കും അതുപോലെ തന്നെ മരങ്ങൾക്കും മുകളിലൂടെ അതിശീഘ്രം തന്നെ ആ ഒരു നിഴലും ഓടുന്നുണ്ടായിരുന്നു. അത് സ്ഥിരതയോടെ 1/4 മൈൽ അകലത്തിൽ ഞങ്ങൾക്ക് പിറകെയുണ്ട്. മരങ്ങളിലും കൊയ്ത്തുപാടങ്ങളിലും തട്ടുന്ന കാറ്റിൻ്റെ അലർച്ച ശ്രദ്ധിച്ചിട്ടാവണം ഞാൻ കുട്ടയിൽ നിന്നും എത്തി നോക്കി. ഞാൻ എന്ന് പറഞ്ഞത് ഇവിടെ ഗൈഡ് മോപ്പസൻ്റാണ്. Proceeding by about 1/4 of a mile, and now I leaning out of the basket, listening to the roaring of the wind in the trees and across the harvest field. I said Captain Jovis, how the wind blows. ഞാൻ ക്യാപ്റ്റൻ ജോവിസിനോട് പറഞ്ഞു. കാറ്റിന് വളരെ ശക്തിയുണ്ടെന്ന് ഞാൻ ക്യാപ്റ്റൻ ജോവിസിനോട് പറഞ്ഞു. He answers. എന്നാൽ അദ്ദേഹത്തിൻ്റെ മറുപടി എങ്ങനെയായിരുന്നു? Those are probably waterfalls. അത് ചിലപ്പോൾ വെള്ളച്ചാട്ടമായിരിക്കാം, ഒരിക്കലും കാറ്റല്ല. ഐ ഇൻസിസ്റ്റ്, ഷുർ ഓഫ് മൈ ഇയർ ദാറ്റ് നോസ് ദ സൗണ്ട് ഓഫ് ദ വിൻഡ്. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു അത് കാറ്റാണ്, കാരണം എൻ്റെ ചെവി വ്യക്തമായി അത് കേട്ടിട്ടുണ്ട്. ഫ്രം ദ ഹിയറിംഗ് ഇറ്റ് ഈസ് ഓവൺ വിസിൽ ത്രൂ ദ റിഗിങ്. ദെൻ ജോവിസ് നഡ്ജസ് മീ. ഇത് കേട്ടപ്പോൾ എന്നെ അദ്ദേഹം ചെറുതായെന്ന് തോണ്ടി. എന്നിട്ട് പറയുകയാണ്, he fears to frighten these happy quiet passengers, for he knows full well that storm is pursuing us. ഞങ്ങൾക്ക് പുറകിൽ വലിയൊരു കൊടുങ്കാറ്റുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഈ ഒരു സന്തോഷമുള്ള യാത്രക്കാരെ എന്തിനാണ് വെറുതെ അവരെ ഭയപ്പെടുത്തുന്നത് എന്ന രീതിയിൽ ജോവിസ് എന്നെ മൃദുവായെന്ന് തട്ടി പറഞ്ഞു. സഡൻലി ദ ലൈറ്റ്സ് ഓഫ് എ ടൗൺ അപ്പിയേഴ്സ് ബിഫോർ അസ്. പെട്ടെന്ന് തന്നെ അതിശയിപ്പിക്കുന്ന ഒരു വെളിച്ചം, ഒരു ടൗണിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു. സച്ച് എ വണ്ടർഫുൾ ഫ്ലോ ഓഫ് ഫയർ അപ്പിയേഴ്സ് ബിഫോർ അസ് ദാറ്റ് ഐ തിങ്ക് മൈസെൽഫ് ട്രാൻസ്പോർട്ടഡ് ഇൻടു എ ഫെയറി ലാൻഡ് വെർ പ്രഷ്യസ് സ്റ്റോൺസ് ആർ മാനുഫാക്ചർഡ് ഫോർ ജയൻസ്. ഞങ്ങൾക്ക് പുറകിൽ ഒരു വലിയ ഒരു ഫെയറി ലാൻഡാണ്, ഒരു അത്ഭുത ലോകം വന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. എങ്ങനെ? രാക്ഷസന്മാർക്ക് വേണ്ടി വളരെ വിലപിടിച്ച കല്ലുകളെല്ലാം നിർമ്മിക്കുന്ന ഒരു ഫെയറി ലാൻഡിലേക്ക് ഞങ്ങൾ എത്തിയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ദ ക്ലൗഡ്സ് ആർ ഗ്യാതറിംഗ് ബിഹൈൻഡ് ഹസ്, ഹൈഡിംഗ് ദ മൂൺ, വെറാസ് ടുവേർഡ്സ് ദ ഈസ്റ്റ് ദ സ്കൈ ഈസ് ഗ്രോയിങ് ലൈറ്റർ. ഞങ്ങൾക്ക് പുറകിൽ ചന്ദ്രനെ മറച്ചു നിൽക്കുന്ന മേഘപടലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കിഴക്ക് ഭാഗത്ത് ആകാശം ചുവപ്പ് രേഖകളോടുകൂടി തെളിഞ്ഞ നീല നിറമായിരുന്നു. ബിക്കമിങ് ക്ലിയർ ബ്ലൂ ടിഞ്ച്ഡ് വിത്ത് റെഡ്. ചുവപ്പ് കലർന്ന നിറം. ടിഞ്ച്ഡ് മീൻസ് മിക്സ്ഡ്. ഇറ്റ് ഈസ് ഡോൺ, അതൊരു പ്രഭാതമാണ്. ഇറ്റ് ഗ്രോസ് റാപ്പിഡ്ലി നൗ ഷോയിങ് അസ് ഓൾ ദ ലിറ്റിൽ ഡീറ്റെയിൽസ് ഓഫ് ദ എർത്ത്. അങ്ങനെ പ്രഭാതം കടന്നു വന്നു. ആ വെളിച്ചം കൂടിക്കൂടി വന്ന് ഞങ്ങൾക്ക് ഭൂമിയിലുള്ള ചെറിയ കാഴ്ചകൾ പോലും ദൃശ്യമാക്കി. ആൻഡ് ഓൾ ദിസ് പാസസ് ബിനീത് അസ് വിത്ത് സർപ്രൈസിങ് സ്പീഡ്. കോക്സ് ആർ ക്രോയിങ് ബട്ട് ദ വോയിസ് ഓഫ് ദ ഡക്ക് ഡ്രോൺസ് എവറിത്തിങ്. ഭൂമിയിലുള്ള കാഴ്ചകൾ, ട്രെയിനുകൾ, അരുവികൾ, പശുക്കൾ, ആടുകൾ എന്നിവയെല്ലാം ഞങ്ങൾക്ക് കാണാമായിരുന്നു. കോഴികൾ കൂവുന്നുണ്ടായിരുന്നു. പക്ഷേ താറാവുകളുടെ ശബ്ദത്തിൽ എല്ലാ ശബ്ദവും മുങ്ങിപ്പോയി. ഡ്രൗൺസ് മീൻസ് മുങ്ങുക. ദ
The early rising peasants are waving their arms and crying to us, "Let yourself drop," but we are along steadily, neither rising nor falling, leaning over the edge of the basket and watching the world fleeing under our feet. അതിരാവിലെ തന്നെ ഉണർന്ന് പാടത്തേക്ക് ഇറങ്ങിയ കർഷകർ ഞങ്ങൾക്ക് നേരെ കൈവീശി നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കാൽക്കീഴിലൂടെ തെന്നി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ നിരീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ സ്പീഡിൽ മുന്നോട്ട് പോയി. മുന്നിലുണ്ടായിരുന്നത് ഒരു തെളിഞ്ഞ പാതയായിരുന്നു. And indeed, for ahead us stretches bright light highway. In the light of the dawning days, it looked like a river, an immense river full of island. ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നത് നിറയെ ദ്വീപുകളോട് കൂടിയ ഒരു വലിയ നദി പോലെയാണ് ഞങ്ങൾക്ക് ഹൈവേ കണ്ടപ്പോൾ തോന്നിയത്. അങ്ങനെ അവർ ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. "Get ready for the descent," cries the captain. He makes Mr. Mallet leave his net and return to the basket. Then we pack the barometers and everything that could be injured by a possible shock. Mr. Besant exclaims, "Look at the Mars over there to the left. We are at the sea." ഇറങ്ങാനുള്ള സമയമായെന്ന് ക്യാപ്റ്റൻ ഞങ്ങളെ അറിയിച്ചു. മിസ്റ്റർ മാലറ്റിനോട് വല ഉപേക്ഷിച്ച് കുട്ടയിലേക്ക് തിരിച്ചു പോരാൻ ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഞങ്ങൾ ബാരോമീറ്റർ, എളുപ്പം പൊട്ടിപ്പോകുന്ന സാധനങ്ങൾ എന്നിവ പൊതിഞ്ഞു വെച്ചു. അപ്പോഴാണ് ബസന്ത് ഞങ്ങൾക്ക് ഇടതുഭാഗത്തായി കാണിച്ച പായ്മരം ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ കടലിലാണെന്ന് പറഞ്ഞത്. മിസ്റ്റർ ബസന്റ് അത്ഭുതപ്പെട്ടുകൊണ്ടുണ്ട്. "Look at the mast," പായ്മരം കണ്ടോ? "There to the left. We are at the sea." ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല, കാരണം ഞങ്ങളിപ്പോൾ കടലിന് മുകളിലാണ്. "Fogs have hidden it from us until then." ഇതുവരെ മഞ്ഞാണ് ഞങ്ങളിൽ നിന്നും കടലിനെ മറച്ചത്. "The sea is everywhere to the left and opposite us." ഞങ്ങൾക്ക് മുന്നിൽ ചുറ്റിലും എന്തായിരുന്നു? കടലായിരുന്നു. എല്ലായിടത്തും കടലായിരുന്നു ഇപ്പോൾ. "It is necessary to descend within a minute or two." 1-2 മിനിറ്റിനുള്ളിൽ ഇറങ്ങേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. "The rope to the escape valve, which has been religiously enclosed in a little white bag and placed in the sight of all so that no one will touch it." രക്ഷാകവചത്തിലേക്കുള്ള കയർ വളരെ ഭദ്രമായി ഒരു ചെറിയ വെള്ള കവറിൽ പൊതിഞ്ഞു വെച്ചിരുന്നു. അത് എല്ലാവർക്കും കാണാവുന്ന രീതിയിലായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആരും അത് തൊടുകയും ചെയ്തിരുന്നില്ല. "And it is unrolled and Mr. Mallet hold in its hand while Captain Jovis look for a favorable landing." എന്നാൽ ക്യാപ്റ്റൻ ജോവിസ് സുരക്ഷിതമായ ഒരു ഇറക്കത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. മാലറ്റ് ആ ഒരു കയർ കെട്ടിവെച്ച കവർ പുറത്തെടുത്ത് അത് മുഴുവൻ കയ്യിൽ പിടിക്കുകയും ചെയ്തിരുന്നു. എവിടെയാണ് നല്ല ഒരു സുരക്ഷിതമായ ലാൻഡിങ് ഞങ്ങൾക്ക് കിട്ടുക എന്നവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. "Behind us a thunder is rumbling and not a single bird follow our bad flight." ഞങ്ങൾക്ക് പുറകിൽ ഗർജിക്കുന്ന ഇടിശബ്ദമല്ലാതെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷി പോലും ഞങ്ങൾക്ക് പുറകിൽ ഉണ്ടായിരുന്നില്ല. "We are passing over a canal." ഇപ്പോൾ ഞങ്ങളൊരു കനാലിന് മുകളിലൂടെ യാത്ര ചെയ്യുകയാണ്. "The basket trembles and trips over slightly." ഈ ഒരു ബാസ്ക്കറ്റ് വിറക്കുകയോ അതുപോലെ തന്നെ തെന്നുകയോ ഒക്കെ ചെയ്തിരുന്നു. "The guy rope touches the tall trees on the both banks." ഈ ഒരു കെട്ടാനുള്ള കയർ ഈ ഒരു കനാലിലെ ഇരു സൈഡിലുമുള്ള മരങ്ങളിൽ തട്ടുന്നുണ്ടായിരുന്നു. "We pass with a frightful rapidity over a large farm." ഞങ്ങൾ അതിശീഘ്രമായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. ഒരു വലിയ ഫാമിന് മുകളിലൂടെ നല്ല വേഗത്തിൽ ഞങ്ങൾ പോവുകയായിരുന്നു. "From which the bewildered chickens." ആ ഒരു ഫാമിന് മുകളിലൂടെ പോയപ്പോൾ പേടിച്ചരണ്ട കോഴികൾ, പീജൻസ്, പ്രാവുകൾ, ആൻഡ് ഡക്സ്, താറാവുകളെല്ലാം പറന്നുപോയി. "While the cows, cats, dogs run terrified towards the house." അവിടെയുള്ള പൂച്ചകളും പശുക്കളും നായകളും എല്ലാം അവരുടെ വീടിനുള്ളിലേക്ക് പാഞ്ഞു കയറി. "Just 1/2 bag of ballast is left." ഇനി കുറച്ച് ബാലസ്റ്റ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. "Jovis, throw it on overboard." ജോവിസ് അത് താഴേക്കെറിഞ്ഞു. അതുകൊണ്ട് "The Lahore flight slightly across the roof." ആ ഒരു ഫാമിൻ്റെ മേൽക്കൂരയ്ക്ക് കുറുകെ പതിയെ അത് പറന്നു നീങ്ങി. അപ്പോൾ "The captain once more cries, 'The escape valve.'" ഒരിക്കൽ കൂടി ക്യാപ്റ്റൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, "രക്ഷാകവാടം തുറക്കൂ."
Mr. Mallet reaches for the rope and hangs to it, and we drop like an arrow. With the slash of a knife and the cord which retains anger is cut. We drag this grapple behind us through a field of beads. Here are the trees. മാലറ്റ് കയർ നേരെയാക്കി തൂങ്ങിക്കിടക്കുകയും എല്ലാവരും ഒരു അമ്പ് പോലെ ഊർന്നിറങ്ങുകയും ചെയ്തു. അങ്ങനെ കത്തി കൊണ്ടുള്ള ഒരൊറ്റ വെടിൽ തന്നെ നങ്കൂരത്തെ കെട്ടിയിടുന്ന ചരട് മുറിയുകയും പാടത്തുകൂടെ ഞങ്ങളത് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇവിടെയായിരുന്നു മരങ്ങളുണ്ടായിരുന്നത്. ഏത് പാടമായിരുന്നു? ഫീൽഡ് ഓഫ് ബീറ്റ്സ്, ബീറ്റ്റൂട്ടിൻ്റെ പാടമായിരുന്നു. ടേക്ക് കെയർ, ഹോൾഡ് ഫാസ്റ്റ്, ലുക്ക് ഔട്ട് ഓഫ് യുവർ ഹെഡ്സ്. അല്ലേ, നല്ലപോലെ ശ്രദ്ധിക്കണം, മുറുകെ പിടിക്കണം, എല്ലാവരും തലയൊക്കെ ശ്രദ്ധിക്കണേ എന്ന് ക്യാപ്റ്റൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. The basket does indeed strike the earth, then it flies up again. Once more it falls and bounds upward again. ഈ ഒരു we pass over them, then a strong shock of shake us. The anger has told. Look out, take a good hold, rise your by the wrist, we are going to touch the ground. എല്ലാവരോടും നല്ല പോലെ ശ്രദ്ധിക്കാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ലേഹോർല അവിടെ ഇറങ്ങാൻ പോവുകയാണ്. മരങ്ങളൊക്കെ കടന്നുപോയി. പെട്ടെന്ന് തന്നെ ഞങ്ങളൊന്ന് വിറച്ചു. നങ്കൂരം അനങ്ങാതായി. പിന്നെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണെന്നുള്ള ഒരറിയിപ്പ് കൂടി ഞങ്ങൾക്ക് ലഭിച്ചു. കുട്ട ഭൂമിയെ സ്പർശിച്ചു, പക്ഷേ അത് വീണ്ടും തന്നെ പറന്നുയർന്നു. ഒരിക്കൽ കൂടി അത് വീണ്ടും ഭൂമിയിൽ വന്ന് തട്ടി വീണ്ടും ഉയർന്നു. അവസാനം അത് ഭൂമിയിൽ നിലകൊണ്ടു. ആ സമയത്ത് എങ്ങനെയായിരുന്നു ബലൂണിൻ്റെ സ്ഥിതി? ആൻഡ് അറ്റ് ലാസ്റ്റ് ഇറ്റ് സെറ്റിൽസ് ഓൺ ദ ഗ്രൗണ്ട്. അവസാനം അത് ഭൂമിയിൽ നിലനിന്നു. വൈൽ ദ ബലൂൺ സ്ട്രഗിൾസ്. ഇപ്പോൾ ബലൂണിൻ്റെ അവസ്ഥ സ്ട്രഗിൾസ് മാഡ്ലി ലൈക്ക് എ വൂണ്ടഡ് ബീസ്റ്റ്. മുറിവേറ്റ ഒരു മൃഗം ഞരളുന്ന പോലെയായിരുന്നു ബലൂൺ. സാധാരണ നമ്മൾ ബലൂണിൽ കാണാറുണ്ട്, ബലൂൺ വീർപ്പിച്ച് നമ്മൾ വായുവിലേക്ക് വിട്ടാൽ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണോ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ലേഹോർല. എയർ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ദ പെസൻസ് റൺ ടുവേർഡ്സ് അസ്. കർഷകരെല്ലാം ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. ബട്ട് ദേ ഡു നോട്ട് ഡെയർ ടു അപ്രോച്ച്. പക്ഷേ അവർക്ക് ഞങ്ങളെ സമീപിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. ഫോർ വൺ കനോട്ട് സെറ്റ് ഫുട്ട് ഓൺ ദ ഗ്രൗണ്ട് അണ്ടിൽ ദ ബാഗ് ഈസ് ആൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഡിഫ്ലേറ്റഡ്. ഈ ഒരു ഹോട്ട് എയർ ബലൂണിലെ എല്ലാ വായുവും പുറത്തേക്ക് പോകുന്നത് വരെ ഒരാളും തന്നെ അവിടേക്ക് വരാൻ കാലത്ത് കുത്താൻ ധൈര്യപ്പെട്ടില്ല. Then almost the same time at the bewildered men, some of whom show their astonishment by jumping. എന്നിരുന്നാലും ഈ ഒരു പേടിച്ചരണ്ട മനുഷ്യർ, ചില ആളുകളൊക്കെ അവരുടെ അത്ഭുതം എങ്ങനെയാണ് കാണിച്ചത്? ബൈ ജമ്പിങ്, ചാടിക്കൊണ്ട് കാണിച്ചു. വിത്ത് ദ വൈൽഡ് ജസ്റ്റേഴ്സ് ഓഫ് സാവേജസ്, ചില ആളുകൾ അപരിഷ്കൃതമായ രീതിയിൽ ചില ചേഷ്ടകളോടെയൊക്കെ ചാടാൻ തുടങ്ങി. ഓൾ ദ കൗസ് ദാറ്റ് ആർ ഗ്രേസിങ് അലോങ് ദ കോസ്റ്റ് കം ടുവേർഡ്സ് അസ്. ആ ഒരു സ്ഥലത്ത് മേഞ്ഞിരുന്ന പശുക്കളെല്ലാം ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. സറൗണ്ടിങ് അവർ ബലൂൺ വിത്ത് എ സ്ട്രേഞ്ച് ആൻഡ് കോമിക്കൽ സർക്കിൾ ഓഫ് ഹോൺസ്, ബിഗ് ഐസ് ആൻഡ് ബ്ലോയിങ് നോസ്ട്രിൽസ്. ഒരു പ്രത്യേക രീതിയിൽ കൊമ്പുകളെല്ലാം ചേർത്ത് പിടിച്ച് വലിയ കണ്ണുകളായി ഉച്ഛ്വസിക്കുന്ന മൂക്കുമായി അവയെല്ലാം ബലൂണിന് ചുറ്റും വന്നു നിന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ അക്കോമഡേറ്റിംഗ് ആൻഡ് ഹോസ്പിറ്റബിൾ ബെൽ. ദ ലാസ്റ്റ് പാരഗ്രാഫാണ്, ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഇതിൻ്റെ അവസാനമെന്ന് നോക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ അക്കോമഡേറ്റിംഗ് ആൻഡ് ഹോസ്പിറ്റബിൾ ബെൽജിയം പെസൻസ്, വളരെയധികം സൽക്കാരശീലരും അതുപോലെ തന്നെ നല്ല ആളുകളുമായ ബെൽജിയൻ കർഷകരുടെ സഹായത്തോടെ വി ആർ ഏബിൾ ഇൻ എ ഷോർട്ട് ടൈം, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ടു പാക്ക് അപ്പ് ഓൾ അവർ മെറ്റീരിയൽസ്, ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ പാക്ക് ചെയ്തു. ആൻഡ് ക്യാരി ഇറ്റ് ദ സ്റ്റേഷൻ അറ്റ് ഹേസ്റ്റിലെ ഒരു സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പോയി. ഹേസ്റ്റിൽ, അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണാം. ഹേസ്റ്റ് ഈസ് എ പ്ലേസ് വിത്ത് വെരി സ്മാൾ പോപ്പുലേഷൻ ഇൻ ദ പ്രൊവിൻസ് ഓഫ് വെസ്റ്റ് ലാഡൻ, ബെൽജിയത്തിലെ ഒരു ചെറിയ ഒരു സ്ഥലമാണ്. സ്മാൾ പോപ്പുലേഷനാണ് അവിടെ ഉള്ളത്. ദ ക്ലോസസ്റ്റ് മേജർ സിറ്റീസ് ഇൻക്ലൂഡ് ആൻഡ്വേർപ്പ് ആൻഡ് ബ്രസൽസ്. അല്ലേ, ഇവിടെയാണ് അവരുടെ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. ആ സ്റ്റേഷനിലേക്ക് അവർ പോവുകയാണ്. വേർ ദ 20 minutes past 8 വി ടേക്ക് ടു ട്രെയിൻ ഫോർ പാരീസ്. 8:20 പാരീസിലേക്കുള്ള ട്രെയിനായിരുന്നു ഞങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്നത്. ദ ഡിസെൻറ്റ് ഒക്കേർഡ് 3:15 in the morning. ഞങ്ങളുടെ
ഇറക്കം അല്ലെ 3:15 രാവിലെ 3:15 ഞങ്ങൾ ഇറങ്ങിയത്. വെളുപ്പിന് 3:15 ഞങ്ങൾ അവിടെ ഇറങ്ങി. എന്നിട്ട് പറയുകയാണ് താങ്ക് ടു ക്യാപ്റ്റൻ ജോവിസ്. ക്യാപ്റ്റൻ ജോവിസിനോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. താങ്ക് ടു ദിസ് ബ്രേവ് മാൻ. മോപ്പസൻ്റ് പറയുകയാണ് ക്യാപ്റ്റൻ ജോവിസിന് നന്ദി പറയാതെ ഒരിക്കലും വയ്യ. കാരണം ഒരൊറ്റ രാത്രി കൊണ്ട് ദിസ് ബ്രേവ് മാൻ, ഈ ഒരു ധൈര്യശാലിയായ മനുഷ്യന് ഞങ്ങൾ നന്ദി പറയുകയാണ്. വി ആർ ഏബിൾ ടു സീ, ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇൻ എ സിംഗിൾ നൈറ്റ്, ഒരൊറ്റ രാത്രി കൊണ്ട് ഫ്രം ഫാർ അപ്പ് ഇൻ ദ സ്കൈ, ആകാശത്തിൻ്റെ ഉയരങ്ങളിലിരുന്ന് കണ്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ദ സെറ്റിംഗ് ഓഫ് ദ സൺ, സൂര്യാസ്തമയവും, ദ റൈസിംഗ് ഓഫ് ദ മൂൺ, ചന്ദ്രോദയവും, ആൻഡ് ദ ഡോൺ ഓഫ് ഡേ, പ്രഭാതവും എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തന്ന ക്യാപ്റ്റൻ ജോവിസിന് നന്ദി പറയാതെ ഒരിക്കലും സാധ്യമല്ല. ആൻഡ് ഗോ ഫ്രം ദ പാരീസ് ടു ദ മൗത്ത് ഓഫ് ദ ഷെൽ ത്രൂ ദ സ്കൈസ്. എന്നിട്ട് ബെൽജിയത്തിലൂടെ പിന്നീട് പാരീസിൽ നിന്ന് ഷെൽറ്റിൻ്റെ അടുത്തേക്കും ഞങ്ങളെ കൊണ്ടുപോയ ക്യാപ്റ്റൻ ജോവിസിന് നന്ദി പറയുകയാണ്. ഷെൽറ്റ് എന്ന് പറഞ്ഞാൽ ബെൽജിയത്തിലൂടെ ഒഴുകി നോർത്ത് കടലിൽ പതിക്കുന്ന ഒരു നദിയാണ്. ഷെൽറ്റ് ഈസ് എ റിവർ ദാറ്റ്സ് റൈസസ് ഇൻ ഫ്രാൻസ്, ഫ്ലോ ത്രൂ ദ ബെൽജിയം ആൻഡ് എംപ്റ്റീസ് ഇൻ ടു ദ നോർത്ത് സീ. താഴെ കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് ഞങ്ങൾക്ക് സാധിപ്പിച്ചു തന്ന ഈ ഒരു ക്യാപ്റ്റൻ ജോവിസിൻ്റെ ധൈര്യത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇത്രയുമാണ് ഈ ഒരു ദ ട്രിപ്പ് ഓഫ് ലേഹോർല എന്നുള്ള ഈ ഒരു ചാപ്റ്റർ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതിൻ്റെ എക്സസൈസുകളൊക്കെ തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു.